എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ അയച്ചു തരണം. ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട്. നല്ല പരസ്യങ്ങൾ തരണം. ആ രീതിയിൽ ഞങ്ങളുടെ എല്ലാ ദിവസവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക്, ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 2024 ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ ഉണ്ടായ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾക്കെല്ലാം ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് വരാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന പാർവതി പുത്തനാറും അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആമയിഴഞ്ചാൻ തോടെന്നൊരു തോടുണ്ട്. അത് തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടി, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടി പോകുന്നൊരു വലിയ തോടാണ്. ആ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് ആ തോട്ടിൽ മാലിന്യങ്ങൾ വാരാനായിട്ട് റെയിൽവേ കോൺട്രാക്റ്റ് കൊടുത്തു. ആ കരാറെടുത്ത ഒരു തൊഴിലാളി ആളിൽ നിന്നുള്ള അവർ 3-4 തൊഴിലാളികളെ വച്ചു. അതിലൊരു തൊഴിലാളി ചെറിയ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ വേസ്റ്റിൻ്റെ ഇടയിൽ പോയി വാരാൻ ശ്രമിച്ചു. കൈകൊണ്ട് അതൊക്കെ വളരെ അശാസ്ത്രീയമാണ്. നമ്മൾ അങ്ങനെ ഒരു ലോകത്ത് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തോ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ വളരെ അശാസ്ത്രീയമായ ഒരു തൊഴിലാളി അത് ചെയ്തു. മാരായമുട്ടത്തുള്ള തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ഏറ്റവും തെക്കേ ഭാഗത്തുള്ള, സംസ്ഥാനത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള മാരായമുട്ടത്തുള്ള ജോയി എന്ന ഒരു ചെറുപ്പക്കാരനെന്ന് പറയില്ല, എന്നാലും ഒരാൾ മധ്യവയസ്കനോട് അടുക്കുന്ന ഒരാൾ അന്തരിച്ചു. അപ്പോൾ അവിടെ മേയർ ഊട്ടിയും നമ്മുടെ ആര്യ രാജേന്ദ്രനും കളക്ടറും എല്ലാവരും പോയി വലിയ ബഹളം ഉണ്ടാക്കി. സംസ്ഥാന ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ ജില്ലാ ശുചിത്വ മിഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹൈക്കോടതി, സകല പേരും ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിന് ശേഷം ഒരുപാട് കേസുകൾ പോയി, പൊതു താല്പര്യ ഹർജികൾ പോയി. അങ്ങനെ അവസാനം റെയിൽവേ തീരുമാനിച്ചു. റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നു. റെയിൽവേ ഇറിഗേഷൻ വകുപ്പിനെ കുറ്റപ്പെടുത്തി, ഇറിഗേഷൻ വകുപ്പിന് റെയിൽവേയും കൂടി പിന്നെ പഞ്ചായത്ത് വകുപ്പിനെ കുറ്റപ്പെടുത്തി. എന്തായാലും വലിയ തർക്കങ്ങൾ നടന്നു. പക്ഷെ കഥ കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമാകുന്നു. 1 വർഷം കഴിഞ്ഞു ജൂലൈ ആകുമ്പോൾ. ഇപ്പോൾ അവിടെ കമ്പിവേലി വെച്ചിട്ടുണ്ട്. ആ കമ്പിവേലി റെയിൽവേ വെച്ചതാണ്. അതെടുത്തു കൊടുത്താലേ ഞങ്ങൾക്ക് മാലിന്യം മാറ്റാൻ പറ്റുമോളെന്ന് മാലിന്യം മാറ്റേണ്ട കോർപ്പറേഷൻ നേരത്തെ എടുത്ത മാലിന്യം കരയിലിട്ടിരിക്കുന്നത് കൊണ്ടുപോകാതെ അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൽ അവിടെ നിന്ന് ഊറിയിറങ്ങി വീണ്ടും അഴുക്ക വെള്ളം ഇതിനകത്ത് ഇറങ്ങുന്നുവെന്നും അതെടുത്ത് മാറ്റിയാൽ ഞങ്ങൾ കമ്പി എടുത്ത് മാറ്റി തരാമെന്ന് റെയിൽവേ. അപ്പോൾ നേരത്തെ എടുത്ത മാലിന്യം അവിടെ കിടപ്പുണ്ടേ, അതിൻ്റെ കരയിൽ കിടപ്പുണ്ടേ, അത് കൊണ്ടുപോയിട്ടില്ല. അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ ആവശ്യത്തിനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ജലവിഭവ വകുപ്പും തദ്ദേശ വകുപ്പും റെയിൽവേ വകുപ്പും കൂടി ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. ഇനി എത്ര ജോയിമാർ വേണം നമുക്ക്? നമ്മൾ ലോകത്തിലെ 1-ാം സ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞ് അറുമാദിക്കുകയും തള്ളുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യും ഒരു വശത്ത്. മറുവശത്ത് ഒരു ചെറിയ തോട്ടിലെ, ഒരു ചെറിയ സംവിധാനത്തിലെ മാലിന്യം വാരിക്കളയാൻ 1 വർഷമായി ഒരു രക്തസാക്ഷിയെ കിട്ടിയിട്ട് പോലും, ഒരാൾ മരിച്ചു പോയിട്ട് പോലും, അന്തരിച്ചു പോയിട്ട് പോലും നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഒന്നൊന്നര സിസ്റ്റമാണ് സാർ. പഞ്ചായത്ത് മന്ത്രി MP രാജേഷ് ഉറങ്ങുകയാണോ? നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്? അതോ നിങ്ങൾ ഈ മരുമകൻ രാഷ്ട്രീയത്തിൽ പെട്ടുപോയി നിങ്ങൾക്കിതിനൊന്നും സമയമില്ലയോ? നിങ്ങളുടെ തൊഴിലുറപ്പുകാരെ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ സംവിധാനമുണ്ട്. മിഷ്യൻ വെച്ച് കരയിലോട്ട് വാരട്ടെ, കരയിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ സംവിധാനങ്ങളെ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? ഇട്ടത് എടുത്തുകൊണ്ട് പോകാത്തത് കൊണ്ട് റെയിൽവേ നിസ്സഹകരിക്കുന്നു. റെയിൽവേ നിസ്സഹകരിക്കുന്നത് കൊണ്ട് കോർപ്പറേഷൻ ബാക്കി വാരുന്നില്ല. എന്തൊരു തമാശയാണ് കാണുന്നത്, എന്തൊരു ഉഡായിപ്പാണ്. നിങ്ങൾ ആരെയാണ് ശിക്ഷിക്കുന്നത്? തിരഞ്ഞെടുത്ത ജനങ്ങളെയോ? കോർപ്പറേഷൻകാരായാലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയാലും ആരെയാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത്? ഇനി റെയിൽവേയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇനിയും ആളുകൾ പെടുത്തണോ? ഇതുപോലെ വേളി ഡംപിങ് യാർഡ് പോലെ വേളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിങ്ങൾ വേസ്റ്റ് വല്ലാതെ കൂട്ടിയിട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒരു സന്നദ്ധ സംഘടന ഇത് റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അടിയന്തരമായി അവിടെ നടപടി ഉണ്ടായി. അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ നടപടി എടുക്കുവോ? എന്തായാലും വേളിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത പോലെ ആമയിഴഞ്ചാനിൽ ക്ലിയർ ചെയ്യണം. അടിയന്തരമായി അത് കമ്പി മാറ്റി കൊടുക്കണം. കരയിലിട്ടത് എടുത്തുകൊണ്ട് പോകാൻ കോർപ്പറേഷൻ ശ്രദ്ധിക്കണം. ബാക്കി എടുക്കാനും കോർപ്പറേഷൻ സംവിധാനം ഉണ്ടാക്കണം. അവിടെ കെട്ടേണ്ട മതിലും സംവിധാനവും പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും അടിയന്തരമായി ജലവിഭവത്തിൻ്റെ ഇറിഗേഷൻ വിഭാഗക്കാർ ചെയ്തു കൊടുക്കണം. ഇത് നാടിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, ടാക്സ് വാങ്ങുന്നവരാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം വാങ്ങാൻ അർഹതയില്ല. ഇനി നമുക്ക് പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവരേണ്ട കാലമായി. ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളം ടാഗ് ചെയ്ത് വെക്കണം, തടഞ്ഞു വെക്കണം. അതിനൊരു കാലം വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.